ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധി ഭയങ്കര കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് എല്ലാവരും കൂടി വിളിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ചന്ദ്രയാണെങ്കിൽ പുന്നാരിപ്പിച്ച് എൻ്റെ പൊന്നാര മോനെ, എൻ്റെ ചക്കരെ തേനെ പാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിയെ വിളിച്ചെണീപ്പിക്കുകയാണ്. പക്ഷേ സുധിയാണെങ്കിൽ എണീക്കുന്ന പോലുമില്ല. ശ്രുതിക്ക് കാലി വന്നിട്ട് സുധി സുധി എന്ന് പറഞ്ഞുകൊണ്ട് പടപടാന്ന് പറഞ്ഞ് അടിക്കല്. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചന്ദ്ര, ശ്രുതി നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? നമുക്ക് കിടന്ന് ഉറങ്ങല്ലേ, ഇങ്ങനെ അടിക്കല്ലേ, നീ ഇങ്ങനെ അടിക്കല്ലേ, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്ര മോനെ, എൻ്റെ പൊന്നു മോനല്ലേടാ, എടാ എണീക്കടെ ചക്കരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതി പതിയൊന്ന് എണീറ്റിട്ട് ദാ കിടക്കുന്നു വീണ്ടും. അമ്മേ ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ രവിക്ക് കലി വരികയാണ്. ദൈവം ഇവനിത് എന്ത് ഭാവിച്ചാണ്? ഇവന് കടയും തുറക്കട്ടെ, ഒന്നും തുറക്കണ്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് ആ വഴി സച്ചി വരുന്നത്. നിങ്ങളുടെ റൂമിൽ നിന്നൊരു ബഹളോ ഒച്ചയൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സച്ചി നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. എന്താ ഇവിടെ കാര്യം? എടാ സച്ചി, ഇത് കണ്ടില്ലേ, ഇവൻ ഭയങ്കര കിടന്ന് ഉറക്കമാണ്. ഇവൻ ഉറങ്ങുവാണോ? ആരും വിളിച്ചിട്ട് എണീക്കുന്നില്ല. എണീക്കുന്നില്ലേ? ഇവൻ കള്ളനാണല്ലോ, ഇവൻ കള്ളുറക്കമാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വീണ്ടും മോനെ ചക്കരെ, എടാ ചക്കര കുട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ എന്താ ചെയ്ത്? ഇവനെന്താ നേഴ്സറി കുട്ടിയാണോ? എടാ പൊന്നു മോനെ, ഇത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾ നേഴ്സറി കുട്ടിയെ വിളിക്കുന്നത് പോലെയാണ് സുധിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഇവനെ ദേ കണ്ണനല്ല, കള്ളൻ, കള്ളൻ, മഹാകള്ളൻ. ഇവനെ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. ഒരു ദിവസം കട തുറന്നു, രണ്ടാമത്തെ ദിവസവും കട തുറന്നില്ലെങ്കിൽ പ്രശ്നം പാളുവേ. ഇനി കടയിൽ ചിലവൊന്നുമില്ല, കടയിലെ സാധനങ്ങളെല്ലാം മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കസ്റ്റമർ മുഴുവനും പോകും. പിന്നെ ഇവന് കച്ചവടമൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് സച്ചി. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇവൻ എത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ല. എടാ സുധി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചപ്പോഴും നിങ്ങൾക്കൊക്കെ ഇത് എന്താണ്? നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ എന്നേ. ഇത് മഹാശല്യമായല്ലോ എൻ്റെ ദൈവമേ. നിങ്ങൾ ഒരു ശല്യപ്പെടുത്താനും ഞാൻ വരുന്നില്ലല്ലോ. ഞാനും കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയാം. ഇപ്പോഴൊക്കെ സച്ചിക്ക് കാലി വന്നിട്ട് ഇവൻ എങ്ങനെയാണ് ഉണർത്തേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് സച്ചി ദേ താഴത്തേക്ക് ഇറങ്ങിപ്പോയാണ്. സച്ചിയുടെ പിന്നാലെ രേവതിയും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സച്ചിയുടെ എന്താ സച്ചിയേട്ടാ? നിൽക്ക രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഗ് വെള്ളം എടുക്കുകയാണ്. സച്ചിയേട്ടാ എന്തിനാണ് ഈ വെള്ളം വെച്ച് ഒരു വിദ്യയുണ്ട്, അത് കാണിക്കാൻ വേണ്ടി. സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടാ, വല്ല പ്രശ്നത്തിനാണോ? ഞാനൊരു പ്രശ്നത്തിനല്ല രേവതി, അവൻ എണീക്കണ്ടേ? ആ കിടക്കപ്പായെന്ന് എണീറ്റില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതുകൊണ്ട് ഞാൻ അവനെ എണീപ്പിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു എന്നും പറഞ്ഞ് സച്ചി ആ വെള്ളം ഇട്ട് നേരെ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ രേവതി സച്ചിയേട്ടാ നിൽക്ക് സച്ചിയേട്ടാ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ സച്ചിയേട്ടാ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ സച്ചി നേരെ റൂമിലേക്ക് കയറി ചെന്നിട്ട്, അതെ ഇവനെ എണീപ്പിക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം, മാറിക്കട്ടെ, നിങ്ങൾ മാറാൻ നോക്ക്. അങ്ങനെ ചന്ദ്രൻ ഏറ്റ് മാറുകയാണ്. എടാ സുധി, നീ എണീക്കൂലല്ലേ? നിന്നെ ഞാൻ ഇപ്പം എണീപ്പിച്ചു തരാടാ. നിന്റെ മയക്കവും നിന്റെ ആ ഒരു അഭിനയമൊക്കെ ഞാൻ ഇപ്പം തീർത്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആ ജഗ്ഗിലെ വെള്ളം എടുത്ത് ദേ സുധിയുടെ മുഖത്തേക്ക് ഒറ്റ ഒഴിക്കല്. സുധിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ്, എൻ്റെ ദൈവമേ ഞാൻ കുളത്തിലേക്ക് വീണേ, എന്നെ രക്ഷിക്കണേ. ശ്രുതി ഞാൻ കുളത്തിലേക്ക് വീണ, അമ്മേ ഞാൻ കുളത്തിലേക്ക് വീണ, എന്നെ രക്ഷിക്കണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കാലി വരിക. അപ്പോൾ ശ്രുതിയാണെങ്കിൽ സച്ചി നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അവൻ്റെ മുഖത്തേക്ക് എന്തിനാണ് വെള്ളം ഒഴിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയും സച്ചിയോട് കലിപ്പിച്ചിങ്ങനെ കയറുകയാണ്. എന്ത് ഒഴിച്ചത്? അവൻ്റെ മുഖത്ത് എന്തിനാണ് വെള്ളം ഒഴിച്ചത്? എൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കാം. വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിലേ അവൻ ഇപ്പോഴും എണീക്കാനായിട്ട് പോകുന്നില്ല. ഇവനെ ഈ കിടക്കപ്പായി എണീപ്പിക്കണ്ടേ? അവൻ ഇതല്ലാതെ വേറൊരു വിദ്യയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് അവൻ്റെ മുഖത്തേക്ക് ഞാൻ വെള്ളം തന്നെ ഒഴിച്ചത്. അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു വീണ്ടും ചോദിക്കണം. എൻ്റെ മുഖത്തേക്കല്ല. എടാ സുധി എണീക്കടാ. അവൻ കള്ളത്തരം പറഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. മടിയൻ. അവന് ജോലിക്കും പോകാൻ കഴിയില്ല, ഒന്നിനും പോകാൻ കഴിയില്ല. അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിക്കോളും. മേലെ എത്തരത്തിലുള്ള പരിപാടി ചെയ്താലുണ്ടല്ലോ, നിന്റെ മുഖത്ത് കൂടി വെള്ളമല്ല, ഞാൻ എടുത്തോണ്ട് പോയി കിണറ്റിലോട്ട് കൊണ്ടിടും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും ശ്രുതിക്ക് കുറച്ച് ബോധമൊക്കെ വരികയാണ്. ബോധമൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് സച്ചി നീ എന്താണ് ഈ കാണിച്ചത്? നീ എൻ്റെ മേത്തോട്ട് വെള്ളം കോരി ഒഴിച്ചില്ലേ? നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടടാ. എനിക്കല്ല,
നിനക്കാ മനസാക്ഷി ഇല്ലാത്തത്. അപ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ ദേ അവൻ ജോലിക്ക് പോയാലും ഇല്ലെങ്കിൽ നിനക്കെന്താണ്? അവൻ്റെ ഷോറൂം, അവൻ്റെ സ്വന്തം ഷോറൂം, അവൻ അവിടെ പോകെ തുറക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതിന് നിനക്കിപ്പോൾ എന്താ കുഴപ്പം സച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈവൻ അച്ഛന് 50 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ആ 50 ലക്ഷം രൂപ കൊടുത്തിട്ട് അവൻ ഉറങ്ങി കട തുറക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ അവൻ കടയിൽ നിന്നാൽ മാത്രമേ, കറക്റ്റ് സമയത്തിൽ തുറന്നാൽ മാത്രമേ അച്ഛന് കൊടുക്കാനുള്ള പൈസ ആ ഷോറൂമിൽ നിന്ന് അവന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവനെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അച്ഛൻ്റെ പൈസ കൊടുത്ത് തീർക്കട്ടെ അവൻ, അതിനുശേഷം മതി അവൻ്റെ ഈ ഉറക്കമൊക്കെ, അല്ലാതെ എൻ്റെ മുന്നിൽ ഒരടവും നടക്കില്ല എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. സച്ചിയുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയും പിന്നാലെ ഓടി പോവുകയാണ്. എല്ലാവർക്കും ആ ഗ്യാരേജ് വന്ന് നിൽക്കുകയാണ്. പക്ഷേ രവിക്കും അതേപോലെ തന്നെ ശ്രീകാന്തിനും വർഷയ്ക്കൊക്കെ ചിരി സഹിക്കാനും പറ്റിയില്ല. അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് ചന്ദ്ര കലിപ്പോടെ വരികയാണ്. എടി രേവതി, നീ എന്തെടുക്കാണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഞാനേ തലകുത്തി മറിയുന്നു. എന്താടി നീ എന്നോട് തർക്കുത്തരം പറയണം? വേണ്ട മോളെ, നീ എന്നോട് തർക്കുത്തരമൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ അമ്മേ, ഞാനിവിടെ അടുക്കളയിൽ കറി ഉണ്ടാക്കുന്നത് അമ്മ കണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നോട് എന്തെടുക്കുകയാണ് എന്ന് ചോദിക്കുന്നത്? നമുക്ക് കാണാമല്ലോ എല്ലാം. ദേ കൂടുതൽ എൻ്റെ ആവശ്യമൊന്നുമില്ല. നിൻ്റെ സാമ്പാറും വളിച്ച ചമ്മന്തി തോരനും ഇതൊക്കെയല്ലേ നിനക്കുള്ളത്, പിന്നെന്താണമ്മേ? അതെ, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്ത് കാര്യങ്ങളാണാവോ? എന്താ അമ്മയ്ക്ക് ഉണ്ടാക്കേണ്ടത് അത് പറഞ്ഞാട്ടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അയലക്കറി, അതും തേങ്ങാപ്പാലൊഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. പിന്നെ ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, പിന്നെ മട്ടൻ കറി വേണ്ട, മട്ടൻ റോസ്റ്റ് തന്നെ മതി. അയ്യോ അമ്മേ, എന്തു പറ്റി? ഇത്രയും കുറേ ഉണ്ടല്ലോ. ഇവിടെ ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടോ? ഇവിടെ വിരുന്നുകാരൊന്നും വരുന്നില്ല. ഇതേ സുധിക്ക് വേണ്ടിയാ, അവനാണ് ഇത് വേണ്ടത്. അവൻ ഷോറൂമിലേക്ക് പോകുമ്പോഴേ നീ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടേക്കണം എന്ന് പറയാണ്. ഇത്രയും മതിയോ അമ്മേ? തൽക്കാലം ഇത്രയും മതി. ഓഹോ, എങ്കിലൊരു കാര്യം കേട്ടോ, എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ഏതായാലും ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ് ഉണ്ടാക്കുന്നത്. അത് വേണമെങ്കിൽ അമ്മയുടെ മകന് കൊടുത്തു വിട്ടാൽ മതി, അല്ലാതെ ഞാനിതൊന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല എന്ന് രേവതി തറപ്പിച്ച് തന്നെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്താടി നീ എന്നോട് തർക്കുത്തരം പറയുന്നു? നീ ഒന്നും ഉണ്ടാക്കില്ലെന്നാണോ പറയുന്നത്? അതെ, ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, തോരുണ്ടാക്കിയിട്ടുണ്ട്, അത്യാവശ്യ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊടുത്തു വിടാൻ പറ്റുമെങ്കിൽ മാത്രം കൊടുത്തു വിട്ടാൽ മതി, അല്ലാതെ ഈ ചിക്കനും മട്ടനും ഒക്കെ ഒന്നും ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ലമ്മേ. അതും പ്രത്യേകിച്ച് അമ്മയുടെ സുധിമോന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് അമ്മയോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. പിന്നെ എന്തിനാ വീണ്ടും ഇത് തന്നെ എന്നോട് ആവർത്തിച്ച് പറയുന്നത്? ഇല്ലമ്മേ, ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയാം. ഓഹോ, അപ്പോൾ നീ ഇതൊന്നും ഉണ്ടാക്കില്ലെന്നാണ് പറയുന്നത്? അതെ, ഞാനിതൊന്നും ഉണ്ടാക്കില്ല. അമ്മക്ക് അത്രയും വലിയ നിർബന്ധമാണെങ്കിൽ അമ്മയുടെ മരുമോളെ വിളിക്കുന്നേ, ശ്രുതിയെ, അവളും ഉണ്ടാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്ക്, അതായിരിക്കും നല്ലത്. എടീ കൂടുതൽ വെളച്ചിൽ എന്നോട് എടുക്കല്ലേ. ഈ ചന്ദ്രമതി ആരാണെന്ന് നിനക്കറിയില്ല, അമ്മ ആരാണെന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇനി അമ്മ പറഞ്ഞ കാര്യത്തിനൊന്നും തുള്ളാനായിട്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതും അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ ഉണ്ടാക്കില്ല. എന്നോട് സച്ചിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. എടി നിനക്ക് കുശുമ്പല്ലേടി, നിനക്ക് റൂം കിട്ടാത്തതിൻ്റെ കുശുമ്പല്ലേ? റൂം കിട്ടാത്തതിൻ്റെ കുശുമ്പോ? ഞങ്ങൾ ടെറസിൻ്റെ മേളിലല്ലേ കിടന്നത്? അതെ, അതിൻ്റെ കുശുമ്പും വൈരാഗ്യമൊക്കെയാണ് ഇപ്പം എൻ്റെ മകനോട് നീ തീർക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിനക്ക് റൂമിൽ കിടക്കാൻ പറ്റാത്തതിൻ്റെ ആകെ കുശുമ്പ്. നീ ടെറസിൻ്റെ മുകളിൽ പോയി കിടന്നില്ല. എടി നിൻ്റെ വീട്ടിൽ നീ എവിടെയാണ് കിടക്കുന്നത്? ഹാളല്ലേടി. ഒരു ദിവസം സച്ചി നിൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ, അപ്പം അവനെ എവിടെയാണ് കിടത്തിയത്? ഒരു ഹാളിൽ, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് റൂം വേണം. AC ഇല്ലാതെ അവൾക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല. എടി എന്തിനാണ് നീ റൂം ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. എന്താമ്മേ? എനിക്കറിയാടി. നിനക്ക് അവനും കൂടി ഒരുമിച്ച് കിടക്കാനല്ലേടി. അമ്മേ, അനാവശ്യം പറയാൻ നിൽക്കരുത്. നിങ്ങളൊരു അമ്മയാണോ? നീ എന്താടി എന്നോട് തർക്കിച്ചേറുകയാണ്? ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കിടക്കാനല്ലേ? എൻ്റെ വാരിരിക്കണത് വല്ലതും കേൾക്കണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിപ്പോയി നിങ്ങൾ.
നിങ്ങളുടെ സ്ഥാനത്ത് മറ്റു വല്ലവരായിരുന്നെങ്കിലേ ഈ തിളച്ച വെള്ളം എടുത്ത് മുഖത്തൊഴിച്ചാനായിരുന്നു. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ സച്ചിയേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. ആ ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ആ ബഹുമാനം തന്നിരിക്കുന്നത്. അത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നല്ല കിടിലൻ മറുപടിയും കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ അയ്യടാ എന്നായിപ്പോയി. കാരണം രേവതിയുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു കാര്യം കേൾക്കുമെന്ന് ഒരിക്കലും ചന്ദ്ര പ്രതീക്ഷിച്ചുമില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചിയാണ്. അപ്പോൾ സച്ചി കാറിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ലോഡ് വണ്ടി വരുന്നത്. അപ്പോൾ ലോഡ് വണ്ടി ഉണ്ടപ്പോൾ സച്ചി ഇങ്ങനെ അന്തപ്പെട്ടേക്ക് നോക്കി നിൽക്കുന്നത് എങ്ങോട്ടാണെന്നാവോ. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട്, അതെ ഇവിടേക്ക് ഒരു ലോഡ് ഇറക്കാനുണ്ട്. ലോഡോ? എന്ത് ലോഡ്? ഇവിടേക്ക് ഒരു AC ആണ്. AC യോ? നിങ്ങൾക്ക് ആൾ തെറ്റിദ്ധരിക്കും, വീട് തെറ്റിദ്ധരിക്കും. ഞങ്ങൾ AC ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇത് രവീന്ദ്രൻ്റെ വീടല്ലേ? അതെ, ഇത് രവീന്ദ്രൻ്റെ വീടാണ്, എൻ്റെ അച്ഛനാ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. അതേ നോക്കിക്കണ്ടേ, അദ്ദേഹത്തിൻ്റെ പേരെ. ഞാനറിയാതെ അച്ഛൻ AC മേടിച്ചോ? അച്ഛൻ അങ്ങനെ പറയേണ്ടതാണല്ലോ. ഇതെന്ത് പറ്റി? അല്ല, മേടിച്ച ആളെ വേറൊരാളാണേ. വേറൊരാളോ? ആരാണാവോ മേടിച്ചത് എന്ന് ചോദിക്കാം. അത് പിന്നെ ഒരു ദാമോദരൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് വർഷയുടെ അച്ഛനല്ലേ? ആണല്ലോ, ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഡൗട്ട്. അപ്പോൾ ഇയാളോട് പറയാണ്, അതെ ഞങ്ങൾക്ക് ഇവിടെ AC വേണ്ട, ഏതായാലും ഞങ്ങൾക്ക് AC വേണമെങ്കിൽ ഞങ്ങൾ തന്നെ മേടിച്ചോളാം, ആരുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. അയ്യോ സാറേ, അങ്ങനെ പറയരുത് സാറേ, ഞാനിവിടം വരെ കൊണ്ടുവന്നതാണ്, എനിക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് സാറിന് താല്പര്യമില്ലെങ്കിൽ ഇത് മേടിച്ച ആളോട് തന്നെ സാറ് വിളിക്കുക. ശരി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മധുസൂദൻ്റെ ഭാര്യയെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ ഞാൻ ആരാന്ന് മനസ്സിലായോ? ആരാ? എന്താ? മധുസൂദൻ്റെ ഭാര്യയല്ലേ? അതെ, ഞാൻ മധുസൂദൻ്റെ ഭാര്യ തന്നെയാണ്. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുക. അതെ, നിങ്ങൾ ഏറ്റവും ഇറക്കപ്പെടുന്ന ഒരാളാണ്, ചന്ദ്രോദയത്തിലെ ഒരാൾ. സച്ചി ആയിരിക്കും. നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കാം. വിളിക്കൊരു കാരണമുണ്ട്. കാരണം ഇവിടെ ഒരു AC കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. AC അവിടെ എത്തിയോ? ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. AC അവിടെ എത്തിയോന്നറിയാൻ വേണ്ടി. ഏതായാലും AC വേണമല്ലോ. ആര് പറഞ്ഞു വേണമെന്ന്? നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടോ ആ AC വേണമെന്ന്? അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചൂടെടുത്ത് വേർത്ത് ഒഴുകി നശിച്ചു. അതുകൊണ്ട് ഒരു AC വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതിയോ? എൻ്റെ മോൾക്കും AC തന്നെ വേണം. അവൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് ഇത് കരുതിയാൽ മതി. അങ്ങനെ നിങ്ങളുടെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ വല്ല സ്വർണവോ പണവോ എന്തെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്ക്. അല്ലാതെ ഇവിടെ AC-യുടെ ഒരാവശ്യമില്ല. അഥവാ ഞങ്ങൾക്ക് AC വേണമെങ്കിൽ ഞങ്ങൾ മേടിച്ചോളാം. ആരുടെയും ഔദാര്യത്തിൻ്റെ കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? മേലാൽ ഇത്തരത്തിലുള്ള പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അങ്ങനെ ഇയാളെ അങ്ങനെ പറഞ്ഞയക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ AC ഒന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ അങ്ങനെ പറഞ്ഞയക്കുക. അങ്ങനെ പറഞ്ഞയച്ചപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ആകെ കലിപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മധുസൂദൻ്റെ ഭാര്യ ആണെങ്കിൽ ഏതായാലും സച്ചി ഒരു പാഠം പഠിപ്പിക്കണം. അവൻ AC തിരിച്ചടിച്ചല്ലേ, AC തിരിച്ചിങ്ങോട്ട് വരട്ടെ. വന്നതിന് ശേഷം ഈ AC ആയിട്ട് ഞാൻ സുധിയുടെ ഷോറൂമിലേക്ക് പോകും. സുധിയുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞ് ഞാൻ ഈ AC തിരിച്ചു കൊടുക്കും. ഞാൻ കൊടുത്ത പൈസ തിരിച്ച് മേടിക്കുകയും ഞാൻ ചെയ്യും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. സച്ചി കാരണം സുധിക്ക് അത്രയും നഷ്ടം സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് വിറ്റ സാധനം അവിടെ എത്തുകയും ചെയ്തു. ആദ്യമായിട്ട് കൊടുത്ത പൈസ എൻ്റെ കയ്യിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. അങ്ങനെ അവർക്ക് വലിയൊരു നഷ്ടം സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഈ വർഷയുടെ അമ്മയാണെങ്കിൽ നേരെ ഷോറൂമിലേക്ക് ചെല്ലുക. അപ്പോൾ ശ്രുതിയും കൂടി ഭയങ്കരമായിട്ട് കിന്നരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സുധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ദേ ആൻറ്റി എന്ന് പറഞ്ഞ് ഇവർ സന്തോഷത്തോടെ മതിമറന്ന്. കാരണം ഇവർ സന്തോഷത്തോടെ മതിമറക്കാനുള്ളൊരു കാരണമുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ വരികയാണോ എന്നാണ് ശ്രുതിയുടെയൊക്കെ വിചാരം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.